അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ട്രീറ്റ്മെൻറ്റ് ഓഫ് സ്റ്റോക്കാണ്. ഒരു സ്റ്റോക്കിൽ എങ്ങനെയാണ് കാൽക്കുലേഷൻ വരുന്നത് എന്നാണ്. അപ്പോൾ നമുക്കറിയാം സ്റ്റോക്കിന് നമ്മളെപ്പോഴും മൂന്നായിട്ട് തരംതിരിക്കാറുണ്ട്. സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ, അതുപോലെ സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ്, അതുപോലെ എന്താണ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്. അപ്പോൾ ഏതൊക്കെയാണ്? റോ മെറ്റീരിയൽ 1, അതുപോലെ വർക്ക് ഇൻ പ്രോഗ്രസ് 2, അതുപോലെ ഫിനിഷ്ഡ് ഗുഡ്സ് 3. ഇങ്ങനെയാണ് നമ്മൾ സ്റ്റോക്കിനെ തരംതിരിക്കാറുള്ളത്. അപ്പോൾ നമ്മൾ ഇതിന് ഓരോന്നിൻ്റെയും കാൽക്കുലേഷൻസ് എങ്ങനെയാണ് നമ്മളിത് കാണുന്നത്, കോസ്റ്റ് എങ്ങനെയാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ നമ്മൾ പരിശോധിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയലിന് എത്ര ടോട്ടൽ വരും, അത് എങ്ങനെയാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടത്, അതുപോലെ സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, അതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിന് മുന്നേ ഇത് വേറെ ക്ലാസ്സിൽ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും, പക്ഷേ ഒന്നുകൂടെ പറയുകയാണ് ഇവിടെ കേട്ടോ. മനസ്സിലായില്ലേ? അതുപോലെ സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അസംസ്കൃത വസ്തുക്കളുടെ സ്റ്റോക്കാണിത്. എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡക്ഷന് നമ്മളെ സഹായിക്കുന്ന വസ്തുക്കൾ, അതിനെയാണ് നമ്മൾ റോ മെറ്റീരിയൽ എന്ന് പറയാം. ശരിയല്ലേ? അത് റോ മെറ്റീരിയൽ ആണ് നമ്മൾ എന്താക്കി മാറ്റുന്നത്, ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി മാറ്റുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ സിമ്പിളാണ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യും, ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ, നമ്മളെ കയ്യിൽ ഇപ്പോൾ ഉള്ള റോ മെറ്റീരിയൽ ഉണ്ടാവില്ലേ, അതിൻ്റെ സ്റ്റോക്ക് എടുത്ത് എഴുതും. അതിലൂടെ നമ്മൾ എന്ത് ആഡ് ചെയ്യും, പർച്ചേസസ്. മനസ്സിലായല്ലോ? പർച്ചേസസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ആ വർഷം എന്തെങ്കിലും നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യും. അതിന് എന്ത് കുറക്കും, എന്തെങ്കിലും റിട്ടേൺസ് ഉണ്ടെങ്കിൽ അത് കുറക്കും. പർച്ചേസ് റിട്ടേൺ ഉണ്ടെങ്കിൽ അതിന് കുറക്കണം കേട്ടോ. നെറ്റ് പർച്ചേസാണ് നമ്മൾ എഴുതുക. മനസ്സിലായല്ലോ? പിന്നെ എന്ത് ചെയ്യും, ക്യാരേജ് ഇൻവാർഡ് നമ്മൾ കൂട്ടും. ആ റോ മെറ്റീരിയൽ നമ്മളെ ഗോഡൗണിലേക്ക് എത്തിക്കുന്നതിന് ആവശ്യമായിട്ട് എന്തെല്ലാം ചിലവ് വന്നിട്ടുണ്ടോ അതെല്ലാം നമ്മൾ എന്ത് ചെയ്യും, ആഡ് ചെയ്യും. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു സമ്മ് കിട്ടും. ഇനി അതിൽ നിന്ന് എന്തെല്ലാം കുറക്കണം എന്നാണ്. കുറക്കുമ്പോൾ നമ്മൾ എന്താണ്, ആദ്യം ക്ലോസിംഗ് സ്റ്റോക്ക് കുറക്കുക. ആ വർഷത്തെ ക്ലോസിംഗ് സ്റ്റോക്ക് കുറക്കണം. പിന്നെന്താണ്, കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ കൺസ്യൂംഡ്, എത്ര നമ്മൾ യൂസ് ചെയ്തു എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, അതിൽ നിന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ പറ്റും. മനസ്സിലായല്ലോ? അപ്പോൾ ടോട്ടൽ ആഡ് ചെയ്തിട്ട് അതിനെന്ത് ചെയ്യുക, ക്ലോസിംഗ് സ്റ്റോക്ക് കുറക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, നെറ്റ് കൺസ്യൂംഡ് മെറ്റീരിയൽ കിട്ടും. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? ഇനി ഇതിൽ ട്രീറ്റ്മെൻറ്റ് ഓഫ് ലോസ് ഓഫ് മെറ്റീരിയൽ. നമുക്കിപ്പോൾ നമുക്കറിയാം എല്ലാ മെറ്റീരിയലും നമ്മൾ യൂസ് ചെയ്യാൻ പറ്റില്ല. മനസ്സിലായില്ലേ? അത് നമ്മൾ ഈ സാധാരണയായിട്ട് നമ്മൾ യൂസ് ചെയ്യാത്ത, അല്ലെങ്കിൽ നമുക്ക് നോർമൽ ലോസൊക്കെ ആണെങ്കിൽ, ഇപ്പോൾ നമുക്കറിയാം കൊണ്ടുവരുമ്പോൾ ചിലത് കേട് വരാം. ശരിയല്ലേ? ഈ അടിയിലുള്ള സാധനമൊക്കെ ചിലപ്പം പൊട്ടിപ്പോകാം, അങ്ങനെയൊക്കെ വരുമല്ലോ. അതുകൊണ്ട് നമ്മൾ സാധാരണയായിട്ട് എന്ത് ചെയ്യുക, അത് ഇഗ്നോർ ചെയ്യുകയാണ് ചെയ്യുക. നോർമൽ ലോസ് ഓഫ് മെറ്റീരിയൽ നമ്മൾ എന്ത് ചെയ്യുക, ഇഗ്നോർ ചെയ്യായിരുന്നു ചെയ്യുന്നത്. പക്ഷേ നമ്മൾ അബ്നോർമൽ ലോസ് വന്നു, ഇപ്പോൾ ഒരു ഫയർ വന്നു, അല്ലെങ്കിൽ തെഫ്റ്റ് വന്നു, കുറച്ച് കൂടുതൽ നഷ്ടം സംഭവിച്ചാൽ അത് നമ്മൾ എന്ത് ചെയ്യണം, അത് നമ്മൾ വാല്യൂ ഓഫ് മെറ്റീരിയൽ പർച്ചേസിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, കുറക്കണം. എവിടെയാണ്? ഇവിടെ. മനസ്സിലായില്ലേ? വാല്യൂ ഓഫ് മെറ്റീരിയൽ പർച്ചേസിന് നമ്മൾ റിട്ടേൺ കുറക്കുന്ന പോലെ തന്നെ ലോസ് ബൈ ഫയർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം, കുറക്കണം. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് എന്തേ ആവശ്യമുള്ളൂ, നെറ്റായിട്ടുള്ള എമൗണ്ട് മാത്രമേ ആവശ്യമുള്ളൂ എന്ന് മനസ്സിലാക്കുക. മനസ്സിലായല്ലോ? അപ്പോൾ ഇനി ട്രീറ്റ്മെൻറ്റ് ഓഫ് ട്രേഡ് ഡിസ്കൗണ്ട്, നമുക്ക് എന്തെങ്കിലും ഡിസ്കൗണ്ട്സ് തന്നിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ മനസ്സിലായല്ലോ, അത് എന്ത് ചെയ്യണം, ഡിഡക്റ്റഡ് ഫ്രം സെയിൽസ് ടു അറൈവ് അറ്റ് നെറ്റ് സെയിൽസ്. അത് നമ്മൾ കുറക്കേണ്ടത് സെയിൽസിൽ നിന്നാണ്. മനസ്സിലായല്ലോ? അത് നിങ്ങൾക്ക് അതിൽ പ്രത്യേകിച്ച് കൂടുതൽ അതിൽ എക്സ്പ്ലനേഷൻ ഒന്നും തരുന്നില്ല അതിൽ കേട്ടോ, പേടിക്കണ്ട. ഇനി അടുത്ത് നമ്മൾ സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്. ഇപ്പോൾ നമ്മൾക്കറിയാം ഒരു റോ മെറ്റീരിയലിനെ ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കുന്നതിന് വേണ്ടിയിട്ട് എന്തുണ്ടാവും, ചിലപ്പോൾ അതിൽ പ്രോസസ്സ് ഉണ്ടാവും. ഈ പ്രോസസ്സിലൂടെ പോകുന്ന ഗുഡ്സുകൾ, സ്റ്റോക്കുകൾ, അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറയാം. ശരിയാണല്ലോ? അപ്പോൾ അതൊരു റോ മെറ്റീരിയൽ അല്ല, റോ മെറ്റീരിയലിനെ നമ്മൾ കൺവേർട്ട് ചെയ്യുന്ന ഒരു സ്റ്റേജാണ്. എന്തിലോട്ട്? ഫിനിഷ്ഡ് ഗുഡ്സിലേക്ക്. ഫിനിഷ്ഡ് ഗുഡ്സാണ് നമ്മുടെ ഫൈനൽ ഗുഡ്സ്. മനസ്സിലായില്ലേ? അപ്പോൾ അതിൽ നമുക്ക് വേണമെങ്കിൽ ഇതിനെ സെമി ഫിനിഷ്ഡ് ഗുഡ്സ് എന്നോ അല്ലെങ്കിൽ പാർട്ട്ലി ഫിനിഷ്ഡ് ഗുഡ്സ് എന്നൊക്കെ പറയാം നമുക്കിതിനെ. മനസ്സിലായല്ലോ? അപ്പോൾ അതിൻ്റെ കോസ്റ്റ് എങ്ങനെയാണ്, അതിൻ്റെ ഇതെങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിൽ ആദ്യമായിട്ട് പ്രൈം കോസ്റ്റ് എടുത്ത് എഴുതാം. മനസ്സിലായല്ലോ? പ്രൈം കോസ്റ്റ് എന്താണെന്ന് നമ്മൾ ഒരുപാട് തവണ പറഞ്ഞു തന്നിട്ടുള്ളതാണ്, മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിലൂടെ എന്ത് ചെയ്യുക, ഫാക്ടറി ഓവർ ഹെഡ്സ്, ഒരു ഫാക്ടറി റിലേറ്റഡ് ആയിട്ടുള്ള ഡയറക്റ്റ് എക്സ്പെൻസസ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. അതിലോട്ട് ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്, ആ വർഷത്തിൽ ആദ്യം നമ്മൾ നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ കാണിച്ചിട്ടുള്ള ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് അത് നിങ്ങൾക്ക് തരും, ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ്ലി തരും കേട്ടോ. അതെന്ത് ചെയ്യുക, നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ നമുക്കൊരു നെറ്റ് ഒരു ഗ്രോസ് കിട്ടും. ഇതിൽ നിന്ന് എന്ത് ചെയ്യണം, ക്ലോസിംഗ് വർക്കിംഗ് പ്രോഗ്രസ് നമ്മൾ കുറക്കണം. ക്ലോസിംഗ് വർക്കിംഗ് പ്രോഗ്രസ് എന്ന് പറഞ്ഞാൽ ആ വർഷത്തിൻ്റെ അവസാനത്തിലുള്ളത്.
മനസ്സിലായല്ലോ. അത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഫാക്ടറി കോസ്റ്റ് ഓഫ് എ മെറ്റീരിയൽ കിട്ടും, അല്ലെങ്കിൽ വർക്ക് ഇൻ പ്രോഗ്രസ് കിട്ടും. മനസ്സിലായല്ലോ. അത് മനസ്സിലായില്ലേ? സിമ്പിളാണ്. ടൈം കോസ്റ്റിൻ്റെ കൂടെ എന്തെങ്കിലും ആഡ് ചെയ്യാനുള്ളത് നമുക്ക് മനസ്സിലാവും. അത് ഓരോന്നും വായിച്ച് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അതിനനുസരിച്ചിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നു, അതിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ക്ലോസിങ് വർക്കിംഗ് പ്രോഗ്രസ് കുറക്കുന്നു. മനസ്സിലായല്ലോ. ഇത് നിങ്ങൾ കാണാതെ പഠിക്കുന്ന വേണം കേട്ടോ, മനസ്സിലാവില്ല. അല്ലെങ്കിൽ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസൊക്കെ ഇതിൽ വരുള്ളൂ. പക്ഷേ ഇത് എല്ലാം കൂടെ കൂടിയിട്ടാണ് നിങ്ങളോട് ചോദിക്കുക കേട്ടോ. അത് നമ്മളൊരു എക്സാമ്പിൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി അടുത്തത് എന്താണ്? സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സാണ്. മനസ്സിലായല്ലോ. സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് അടുത്ത പറയുന്നത്. മനസ്സിലായല്ലോ. അപ്പോൾ ഫിനിഷ്ഡ് ഗുഡ്സ് എന്താ നമുക്കറിയാം. ലാസ്റ്റ് ഫൈനലിലുള്ള പ്രൊഡക്ഷനിലുള്ള ഗുഡ്സിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫിനിഷ്ഡ് ഗുഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് കോസ്റ്റ് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ അല്ലേ. ഇവിടെ നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നോക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ സെല്ലിങ്ങും ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ് ഒന്നും നമ്മൾ എന്ത് ചെയ്യണ്ട? നോക്കണ്ട. മനസ്സിലായല്ലോ. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ സെല്ലിങ്ങും ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസൊക്കെ നമ്മൾക്ക് വരുന്നത് ആ ഒരു പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുമ്പോഴാണ്. ശരിയല്ലേ? ആ ഒരു പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുമ്പോൾ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? അങ്ങനെ ഒരു കോസ്റ്റ് വരുന്നുള്ളൂ. പക്ഷേ അങ്ങനത്തെ ഒരു സെയിൽ ചെയ്യാത്തിടത്തോളം കാലം നമ്മൾ അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിൻ്റെ മുന്നെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കോസ്റ്റ് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ, സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ കോസ്റ്റ് കാണേണ്ടത്. മനസ്സിലായല്ലോ. അതിൽ സെല്ലിങ്ങും ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ് ഒന്നും നമ്മൾ നോക്കണ്ട എന്നർത്ഥം. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ആദ്യം കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് എഴുതുക. അതിൽക്കൂടെ എന്ത് ചെയ്യുക? ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ആ വർഷത്തിലുള്ള ഓപ്പണിംഗ് സ്റ്റോക്കാണ്. അത് നമ്മൾ ആഡ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യുക? അതിൽ നിന്ന് ലെസ് ചെയ്യുക. എന്ത്? സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടും. മനസ്സിലായല്ലോ. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നമുക്ക് കിട്ടും. അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? പിന്നീടാണ് സെയിൽസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ് ആഡ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ. അപ്പോൾ ഇതിൽ നമ്മൾക്ക് ഒരു 3 പോയിൻ്റാക്കി തന്നിട്ടുണ്ട്. ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും നമ്മൾ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ആ സെയിം വാല്യൂ എടുക്കുക. ചിലപ്പോൾ എന്ത് ചെയ്യുള്ളൂ? വാല്യൂ ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ടാവും, പക്ഷേ ക്ലോസിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ടാവില്ല ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ. അങ്ങനത്തെ അവസ്ഥയിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ടല്ലോ, അത് വാല്യൂഡ് ഓൺ ദ ബേസ് ഓഫ് കറണ്ട് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. കറണ്ട് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ആ വർഷത്തിലുള്ള കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ക്ലോസിംഗ് സ്റ്റോക്ക് ഡിറ്റർമൈൻ ചെയ്യേണ്ടത്. അത് നമുക്ക് എങ്ങനെയാണെന്നൊരു കണക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും കേട്ടോ. നിങ്ങൾക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് തന്നിട്ടില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ വർഷം നമ്മൾ യൂസ് ചെയ്തത് പിന്നെ വെച്ച് നോക്കിയാൽ മതി. നമ്മൾ യൂസ് ചെയ്തത് എത്രയാണോ എന്നുള്ളത് അതിന് ഓപ്പണിംഗ് സ്റ്റോക്ക് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ക്ലോസിംഗ് സ്റ്റോക്ക് കിട്ടും. അത് നമുക്ക് ഒരു കണക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇനി അതല്ല, ഓപ്പണിംഗ് സ്റ്റോക്കും തന്നിട്ടില്ല, ക്ലോസിംഗ് സ്റ്റോക്കും തന്നിട്ടില്ല ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക? ഇത് പ്രീവിയസ് ഇയറിൻ്റെ അതേ കണക്കാണ് നമ്മൾ എടുക്കേണ്ടത്. മനസ്സിലായല്ലോ. പ്രീവിയസ് ഇയറിൻ്റെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? എടുക്കേണ്ടത്. മനസ്സിലായല്ലോ. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിൽ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്തായിട്ട് നമ്മളൊരു പ്രൊഡക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്, നമ്മൾ ഇതെല്ലാം നമ്മൾ ഒന്ന് കമ്പൈൻ ചെയ്യിപ്പിച്ചിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഇപ്പോൾ കോസ്റ്റ് ഷീറ്റ് ഉണ്ടാക്കിയ പോലെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. മനസ്സിലായല്ലോ. അത് നമ്മൾ പ്രൊഡക്ഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോസ്റ്റ് ഷീറ്റിൽ നമ്മൾ പ്രിപ്പയർ ചെയ്ത കോസ്റ്റ് ഷീറ്റിൽ നമ്മൾ എന്തുകൂടെ ചേർക്കും? സെയിൽസ്, പ്രോഫിറ്റ്, സ്റ്റോക്ക്. ഈ 3ൻ്റെ ഇൻഫർമേഷൻസ് കൂടെ ഉണ്ടാവും. സെയിൽസ് ഉണ്ടാവും, പ്രോഫിറ്റ് എത്ര ലാഭം എത്രയെന്നുള്ളത് ഉണ്ടാവും, അതുപോലെ സ്റ്റോക്കിൻ്റെ വാല്യൂ എത്രയെന്നുള്ളത് ഉണ്ടാവും. ഇത് 3ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ കോസ്റ്റ് ഷീറ്റിൽ അതും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്തായിട്ട് മാറും? അത് ഒരു പ്രൊഡക്ഷൻ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് മാറും. മനസ്സിലായല്ലോ. അപ്പോൾ അതൊരു കംപ്ലീറ്റ് സ്റ്റേറ്റ്മെൻറ്റാണ്, അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള എല്ലാം അടങ്ങിയ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ എന്ത് ചെയ്യാം? പ്രൊഡക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയാം, സിമ്പിളായിട്ട്. മനസ്സിലായല്ലോ. ഇവിടെ എന്തൊക്കെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്? സെയിൽസും സ്റ്റോക്കും പ്രോഫിറ്റും. മനസ്സിലായല്ലോ. അപ്പോൾ എ പ്രൊഡക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു എ പ്രൊഡക്ഷൻ ഓർ മാനുഫാക്ചറിങ് അക്കൗണ്ട്. ഒരു പ്രൊഡക്ഷൻ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു പ്രൊഡക്ഷൻ അല്ലെങ്കിൽ മാനുഫാക്ചറിങ് അക്കൗണ്ട് ആക്കിയിട്ട് മാറ്റാൻ പറ്റും. മനസ്സിലായല്ലോ. അതെന്തുകൊണ്ടാണ്? ഇതിൽ എല്ലാത്തിൻ്റെയും വിവരം ഉള്ളതുകൊണ്ടാണ്. മനസ്സിലായല്ലോ. ആ ഒരു മാനുഫാക്ചറിങ് അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ അക്കൗണ്ടിലേക്ക് വേണ്ട എല്ലാ വിവരങ്ങളും ഇതിൽ നിന്ന് കിട്ടുമെന്നുള്ളതുകൊണ്ടാണ്. മനസ്സിലായല്ലോ. ഇത് പ്രിപ്പയർഡ് ഇൻ ടി ഷേപ്പ് ഹാവിങ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് സൈഡ് ബേസ്ഡ് ഓൺ ഡബിൾ എൻട്രി പ്രിൻസിപ്പിൾ. അത് ടി ഷേപ്പിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അതെങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ആ എക്സാമ്പിൾ 2 നമ്മൾ പറയുന്നത്. അപ്പോൾ അതൊന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? എഴുതിയെടുക്കുക ഇപ്പോൾ. ഓക്കെ.